നമസ്കാരം. വീണ്ടും ഒരു ലോക കേരള സഭ സമ്മേളിക്കുകയാണ്. പ്രതീക്ഷകൾ വാനോളം ഉയരേണ്ട കാലമാണ്. പക്ഷെ ഫലം എന്താണെന്ന് ആരെങ്കിലും ചോദിച്ചാൽ അതിനുത്തരം കൃത്യമായും വ്യക്തമായും ആരും പറയില്ല, ആർക്കും അറിയില്ലായിരിക്കാം. എന്താണ് ലോക കേരള സഭ കൊണ്ട് കേരളത്തിന്റെ നേട്ടം എന്നതാണ് നോക്കേണ്ടത്. പുതിയ വ്യവസായങ്ങൾ ആരംഭിക്കുന്നത് മുതൽ വിദേശ കമ്പനികളെ ആകർഷിക്കുന്നത് വരെ ലോക കേരള സഭയുടെ ഗുണമാണെന്നാണ് പറയുന്നത്. വിദേശ മലയാളികളെ എല്ലാം ഒരു കുടക്കീഴിൽ അണിനിരത്തിക്കൊണ്ടുള്ള വികസന മാതൃകയെന്നും പറയപ്പെടുന്നു. പക്ഷെ അരവയർ പട്ടിണിക്കാരായ സാധാരണക്കാർക്ക് ഇതൊന്നും മനസ്സിലായിട്ടില്ല എന്നതാണ് സത്യം. കാരണം ലോക കേരള സഭയുടെ ആദ്യ എഡിഷൻ നടന്നത് നിയമസഭയുടെ അണ്ടർഗ്രൗണ്ടിലുള്ള ലോഞ്ചിലാണ്. അന്ന് സ്പീക്കർ പി ശ്രീരാമകൃഷ്ണനും നോർക്കയുടെ നേതൃത്വത്തിലാണ് ലോക കേരള സഭ നടന്നതും. ഇന്ന് അതേ ശ്രീരാമകൃഷ്ണൻ നോർക്കയുടെ ചെയർമാൻ. ലോകത്തെ വിവിധ രാജ്യങ്ങളിലുള്ള പ്രവാസി വ്യവസായികളെല്ലാം ഒന്നിക്കും. കേരളത്തിൽ വ്യവസായങ്ങൾ തുടങ്ങുന്നതിന് തീരുമാനിക്കും, പിരിയും. പക്ഷെ വ്യവസായങ്ങൾ മാത്രം വരില്ല. 3 ടേമായി നടക്കുന്ന ലോക കേരള സഭയ്ക്ക് ഒരു മേഖലാ സമ്മേളനവും ഉണ്ട്. ഇങ്ങോട്ട് വരാത്ത വ്യവസായികളെ മുഖ്യമന്ത്രിയും സംഘവും അങ്ങോട്ട് ചെന്ന് കാണുന്ന പരിപാടിയാണ് ലോക കേരള സഭയുടെ മേഖലാ സമ്മേളനം. ഇതിന്റെ രഹസ്യം ഇതാണ്: ലോക കേരള സഭയ്ക്ക് എത്തുന്നവർ തിരികെ പോകുമ്പോൾ തീരുമാനിച്ചുറപ്പിച്ചു പോകുന്ന ഒരു കാര്യമുണ്ട്. പുതിയ വ്യവസായികളെ കണ്ടെത്തുക, എന്നിട്ട് അവരെ ഇതിന്റെ ഭാഗമാക്കുക. ഇങ്ങനെ കണ്ടെത്തുന്നവരെ പിടിച്ച് ലോക കേരള സഭയുടെ ഭാഗമാക്കാനാണ് മേഖലാ സമ്മേളനങ്ങൾ വെക്കുന്നത്. വ്യവസായികളെ അങ്ങോട്ട് ചെന്ന് കേരളത്തിലേക്ക് ക്ഷണിക്കുക എന്ന വലിയ കടമ്പയാണിത്. ഇത്തവണത്തെ മേഖലാ സമ്മേളനത്തെക്കുറിച്ചുള്ള ചർച്ചകൾ ലോക കേരള സഭ സമ്മേളിക്കുമ്പോൾ തന്നെ ആലോചിക്കുമെന്നാണ് സൂചന. കഴിഞ്ഞ വർഷത്തെ മേഖലാ സമ്മേളനം അങ്ങ് അമേരിക്കയിൽ വെച്ചായിരുന്നു. ആ സമ്മേളനത്തെക്കുറിച്ച് പാർട്ടി പ്രവർത്തകർ പറയുന്നത് ഓർമ്മിപ്പിക്കല്ലേ എന്നാണ്. മുഖ്യമന്ത്രിയെ ടൈംസ് സ്ക്വയറിൽ കണ്ടവരാരും മറന്നിട്ടില്ല. ഒരു ഇരുമ്പ് കസേരയിൽ വെള്ള പെയിന്റ് അടിച്ചിട്ടുണ്ട്, അത്രമാത്രം. അതിലാണ് മുഖ്യമന്ത്രി ഇരുന്നത്. കേരളത്തിൽ നിയമസഭയിലും മുഖ്യമന്ത്രിയുടെ ഓഫീസിലുമൊക്കെ വെൽവെറ്റ് കുഷ്യനുള്ള കസേരകളിൽ ഇരുന്ന് ശീലിച്ച മുഖ്യമന്ത്രിയെയാണ് ഇരുമ്പ് കസേരയിൽ അമേരിക്കയിലെ മലയാളികൾ ഇരുത്തിയത്. സ്റ്റേജിൽ ഒരേ ഒരു കസേര മാത്രം. സ്പീക്കർ എൻ ഷംസീറും മുഖ്യമന്ത്രി പിണറായി വിജയനും ഈ കസേരയിലാണ് ഇരുന്നത്. ആളുമില്ല, ആരവവും ഇല്ലാത്തയിടത്ത് കോട്ടും സ്യൂട്ടും ഇട്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രസംഗവും. അന്ന് നടന്ന മേഖലാ സമ്മേളനം പാർട്ടി പോലും പിന്നീട് ഒരു വേദിയിലും പറഞ്ഞു കേട്ടതുമില്ല. ഇത്തവണത്തെ ലോക കേരള സഭയിലും ടൈംസ് സ്ക്വയറിൽ നടത്തിയ മേഖലാ സമ്മേളനം ആരെങ്കിലും പറയുമെന്നും തോന്നുന്നില്ല. കാരണം അതെല്ലാവരും മറക്കാൻ ശ്രമിക്കുന്ന മേഖലയായി മാറിക്കഴിഞ്ഞു. ഇത്തവണത്തെ മേഖലാ സമ്മേളനം ന്യൂസിലൻഡിൽ വെച്ചാണ് നടത്തുന്നത് എന്ന സൂചനകൾ കിട്ടിയിട്ടുണ്ട്. ന്യൂസിലൻഡിലേക്ക് എന്നാണ് പോകുന്നതെന്ന് ലോക കേരള സഭ അവസാനിക്കുമ്പോൾ തീരുമാനിക്കും. ന്യൂസിലൻഡിൽ നിന്നുള്ള വ്യവസായികൾ എത്ര പേരുണ്ടെന്നും അവർക്ക് കൂടുതൽ പേരെ കണ്ടെത്താൻ കഴിയുമോ എന്നുമൊക്കെ വിലയിരുത്തിയേ മേഖലാ സമ്മേളനം തീരുമാനിക്കൂ. ന്യൂസിലൻഡിന് പുറമെ മറ്റൊരു രാജ്യവും ആലോചനയിലുണ്ട്. ലോക കേരള സഭ സമ്മേളനം തീരുന്ന മുറയ്ക്ക് മേഖലാ സമ്മേളന വേദി പ്രഖ്യാപിക്കും. 3 മേഖലാ സമ്മേളനങ്ങളാണ് ഇതുവരെ നടന്നത്. 2019 ഫെബ്രുവരി 15, 16 ദുബായിലും 2022 ഒക്ടോബർ 9 ലണ്ടനിലും, 2023 ജൂൺ 10, 11 തീയതികളിൽ ന്യൂയോർക്കിലുമാണ് മേഖലാ സമ്മേളനങ്ങൾ നടന്നത്. മേഖലാ സമ്മേളനങ്ങളിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും കുടുംബസമേതമാണ് പങ്കെടുക്കുന്നത്. മേഖലാ സമ്മേളനങ്ങളിൽ മുഖ്യമന്ത്രിയുടെ അടുത്തിരിക്കാൻ കൂടുതൽ തുക സ്പോൺസർഷിപ്പ് നൽകിയ ആളെ ഇരുത്താത്തത് വിവാദമായിരുന്നു. ന്യൂയോർക്കിലെ ടൈംസ് സ്ക്വയറിലെ മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തേക്കാൾ ഉപരി മുഖ്യമന്ത്രി ഇരുന്ന കസേരയും നിരവധി ട്രോളുകൾക്കും കാരണമാവുകയും ചെയ്തു. മേഖലാ സമ്മേളനത്തിന്റെ ദയനീയ പരാജയത്തിന് മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും കുടുംബസമേതമുള്ള വിദേശയാത്രയും കാരണമായി എന്ന വിലയിരുത്തലാണുള്ളത്. അതുകൊണ്ട് ഇത്തവണ മേഖലാ സമ്മേളനങ്ങൾ ഉപേക്ഷിക്കണം എന്ന ആവശ്യവും ഉയരുന്നുണ്ട്. എന്നാൽ അമേരിക്കയിൽ നടന്ന മേഖലാ സമ്മേളനം വൻ വിജയമാണെന്നാണ് സംഘാടകരുടെ അവകാശവാദം. എന്നാൽ യഥാർത്ഥത്തിൽ എന്താണ് ടൈംസ് സ്ക്വയറിൽ സംഭവിച്ചത്? ടൈംസ് സ്ക്വയറിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി അപമാനിക്കപ്പെട്ടു എന്നത് തന്നെയാണ് വാസ്തവം. അതിലൂടെ മലയാളികളും ഒരു പരിധിവരെ അപമാനിതരാവുകയാണ് ചെയ്തത്. ലോക കേരള സഭ എന്ന പേരിൽ ചില അമേരിക്കൻ മലയാളികളുടെ കച്ചവട താല്പര്യത്തിന്റെ വിൽപ്പന ചരക്കായി മാറുകയായിരുന്നു മുഖ്യമന്ത്രി. അമേരിക്കയിലെ പ്രധാന വാണിജ്യ കേന്ദ്രവും വിനോദസഞ്ചാര കേന്ദ്രവും എന്റർടൈൻമെന്റ് ഹബ്ബുമാണ് ടൈംസ് സ്ക്വയർ. ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ കാൽനടയാത്രക്കാരുള്ള തെരുവുകളിൽ ഒന്നാണ്. വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ ഒരു ദിവസേന 3 ലക്ഷത്തിലേറെ ആളുകൾ അവിടെ എത്താറുണ്ടെന്നാണ് കണക്ക്. തിരക്കേറിയ ദിവസങ്ങളിൽ കാൽനടയാത്രക്കാരുടെ എണ്ണം 4.5 ലക്ഷത്തിലേറെ വരെ എത്തും. ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന പൊതുപരിപാടികൾ അവിടെ നടക്കാറുമുണ്ട്. എന്നാൽ പങ്കെടുക്കുന്നവർ ഒഴികെ ആരും അതൊന്നും അറിയുക പോലുമില്ല. അവിടെയാണ് കേരള മുഖ്യമന്ത്രി പങ്കെടുത്ത 100-200 മലയാളികൾ പങ്കെടുത്ത പരിപാടി ചരിത്ര സംഭവമായി എന്നൊക്കെ വീമ്പിളക്കുന്നത്. സമ്മേളനത്തിൽ പങ്കെടുക്കാൻ കേരളത്തിൽ നിന്ന് അമേരിക്കയിലെത്തിയ മുഖ്യമന്ത്രിയെ കോമാളിയാക്കി മാറ്റുകയായിരുന്നു. മലയാളികളുള്ള എവിടെ എത്തിയാലും മുഖ്യമന്ത്രിയെ കാണാൻ ആളുകൾ ഓടിക്കൂടാറുണ്ട്. എന്നാൽ ലക്ഷക്കണക്കിന് ആളുകൾ ദിവസേന എത്തുന്ന ടൈംസ് സ്ക്വയറിൽ എത്തിയപ്പോൾ മുഖ്യമന്ത്രി എന്ന നിലയിൽ ലഭിക്കേണ്ട ആദരവോ പരിഗണനയോ ഒന്നും സംഘാടകർ നൽകിയിട്ടില്ല. കേരളത്തിലെ ഗൗരവക്കാരനായ മുഖ്യമന്ത്രിയെ അമേരിക്കയിൽ കൊണ്ടുവന്ന് കോമാളിയാക്കി. മുഖ്യമന്ത്രി എന്ന നിലയിൽ വേണ്ട ആദരവോ പരിഗണനയോ നൽകാതെ പാർട്ടി നേതാവിനെ പോലെ മുദ്രാവാക്യങ്ങൾ മുഴക്കിയാണ് അദ്ദേഹത്തെ സ്വീകരിച്ചതും.
അമേരിക്കയിലെ ഒരു ഔദ്യോഗിക പ്രതിനിധി പോലും മുഖ്യമന്ത്രിയെ സ്വീകരിക്കാനോ ചടങ്ങിലോ ഉണ്ടായിരുന്നില്ല. ന്യൂയോർക്ക് നഗരസഭയുടെ മേയറെയോ ഒരു സിറ്റി കൗൺസിൽ അംഗത്തെയോ പോലുമോ പങ്കെടുപ്പിക്കാൻ കഴിഞ്ഞില്ല. ഇങ്ങനെയായിരുന്നോ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ സ്വീകരിക്കേണ്ടിയിരുന്നത്? സംഘാടന മികവ് ഒട്ടുമില്ലാത്ത ഒരു തട്ടിക്കൂട്ട് പരിപാടിയാണ് ടൈംസ് സ്ക്വയറിൽ നടന്നത് എന്ന് ചുരുക്കം. അത് വ്യക്തമാണ്. അമേരിക്കൻ മലയാളികൾക്ക് കേരളത്തിന്റെ വികസനത്തിനും പുരോഗതിക്കും വേണ്ടി എന്തെല്ലാം ചെയ്യാൻ കഴിയുമെന്ന അന്വേഷണവും ലോക കേരള സഭയുടെ മേഖലാ സമ്മേളനമാണ് ലക്ഷ്യം എന്നൊക്കെയാണ് സംഘാടകരുടെ വാദം. എന്നാൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ അവിടെ എത്തിച്ച് പണം കൊയ്യാനുള്ള സംഘാടകരുടെ ലക്ഷ്യം ഒടുവിൽ പുറത്തു വരികയും ചെയ്തു. മുഖ്യമന്ത്രിയുടെ യഥാർത്ഥ നിലവാരം മലയാളികൾക്കുൾപ്പെടെ വ്യക്തമാവുകയും ചെയ്തു.